റിലേഷൻഷിപ്പ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് അവഗണിക്കുന്ന പുരുഷന്മാരുടെ പുറകിന് സ്ത്രീകൾ പോകുമോ എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോ കാണേണ്ടവർ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രഷിനെ എങ്ങനെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ക്രഷിൻ്റെ പുറകെ നടന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ മെത്തേഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളും കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ എത്രയൊക്കെ നിങ്ങളുടെ ക്രഷിനെ അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാലും അവർ നിങ്ങളുടെ പുറകെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇംപ്രഷൻ വേണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവരോട് സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സംസാരത്തിലൂടെ അവരുമായിട്ടൊരു ആത്മബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. പെൺകുട്ടികളോട് സംസാരിക്കാൻ മടിയുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോടൊക്കെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയാണെങ്കിൽ ആ പേടി നിങ്ങൾ മാറ്റിയേ പറ്റൂ. പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ പേടി മാറ്റേണ്ടത്. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട് ചോദിച്ചും പറഞ്ഞൊക്കെ തുടങ്ങാം. പിന്നെ അവിടുന്ന് ആ സംഭാഷണത്തിൻ്റെ ലെങ്ത് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ കൂട്ടി അവസാനം നിങ്ങൾക്ക് പേടി കൂടാതെ അവരോട് സംസാരിക്കാൻ സാധിക്കും. ഇനി അവൾക്കിഷ്ടപ്പെട്ട എന്ത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനും വഴിയുണ്ട്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെയൊക്കെ വളയ്ക്കാനാണെങ്കിൽ അങ്ങനെ ഇൻ്റർനാഷണൽ ലെവൽ കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ടൻറ്റുകളോ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കൊതി നുണയൊക്കെ പറയാൻ അറിയാമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളെ എളുപ്പത്തിൽ നമുക്ക് സംസാരിച്ച് കയ്യിലെടുക്കാം. ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് തോന്നാം. കൊതി നുണയൊക്കെ പറഞ്ഞാൽ പെൺപിള്ളേർ പുറകിന് വരുമോ എന്നുള്ളത്. ഒരു സംഭാഷണത്തിലൂടെ അവർക്ക് നിങ്ങളിലൂടെ അടുപ്പിക്കണമെങ്കിൽ ഇതുപോലെ ചില കൊതി നുണയൊക്കെ പറഞ്ഞാൽ മതി. ഈ വക കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാ പെൺകുട്ടികളെയും ഉദ്ദേശിച്ചല്ല, ചിലർക്ക്. പിന്നെ നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും നിങ്ങളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയോടാണ്. അപ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡിൽ മാത്രം അവരോട് സംസാരിക്കുക. വായി തോന്നിയതെല്ലാം ഒന്നും വിളിച്ചു പറയാതെ ഇരിക്കുക. ഒരു 3-4 മാസത്തെ നല്ല രീതിയിലുള്ള സംഭാഷണത്തിലൂടെ, ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് അവരുമായിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്, ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സംഭാഷണം നല്ലതാണെങ്കിൽ ഇപ്പോൾ അവർ പകുതിയും അട്രാക്റ്റഡ് ആയി കഴിഞ്ഞു. ഇനിയും നിങ്ങൾ അവർക്ക് ആരൊക്കെയാണോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ അവഗണിക്കുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അവരെ അങ്ങ് അവഗണിക്കുക എന്നല്ല. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഒരു ഷോർട്ട് ടൈമിലൂടെ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുവരണം. അതായത് അവരുമായിട്ടുള്ള സംസാരം പതുക്കെ നിർത്തിക്കൊണ്ടുവരണം. ഇത്രയും നാളും നിങ്ങൾ നിങ്ങളുടെ കൃഷ്ണനോട് പുതിയ നുണയം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇനിയും തൊട്ട് നിങ്ങൾ കാഷ്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരോട് പറയാവൂ, അല്ലെ ചോദിക്കാവൂ. നിങ്ങളിപ്പോൾ കോളേജ് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ പിന്നെ അവരോട് സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്യാവൂ. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ള കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾക്ക് ചോദിക്കുക. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എത്രത്തോളം ഗ്യാപ്പ് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം ഗ്യാപ്പ് കൊണ്ടുവരിക. അവരുമായിട്ടുള്ള സംഭാഷണം കുറയ്ക്കുക. പിന്നെ അത് മുഴുവനായിട്ടും അങ്ങ് നിർത്തുക. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളിങ്ങനെ കാണിക്കുന്ന അവഗണനയ്ക്ക് ഒരു ലിമിറ്റും കൂടിയുണ്ട്. ആ ലിമിറ്റിനപ്പുറം ഒരിക്കലും പോകരുത്. അടുത്തതായി ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് സബ് കോൺഷ്യസ്ലി ഒരു തോന്നലുണ്ടായി തുടങ്ങും. ഇത്രയും കാലം തന്നോട് മിണ്ടിക്കൊണ്ടിരുന്നവൻ, ഇത്രയും കാലം തന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നവൻ, ഇത്ര പെട്ടെന്ന് ഇയാൾക്കിതെന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഇപ്പോൾ പതുക്കെ മാത്രമാണ് എന്നോട് വന്ന് മിണ്ടുന്നത്? തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു? അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അത്രയും കാലം നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചിരുന്നവരാണെങ്കിൽ അവരൊരു പക്ഷേ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ അടുത്തേക്ക് അവർ വരാൻ തുടങ്ങും. ഈ സമയം അത്രയും നിങ്ങളും ഒരു ഗ്യാപ്പിട്ട് നിൽക്കണം. പെട്ടെന്നൊന്നും അവർക്ക് അങ്ങനെ നിന്നു കൊടുക്കരുത്. അവിടെയും ഒരു അവോയ്ഡ്നെസ് നിങ്ങൾ കാണിക്കണം, ഒരു അവഗണന നിങ്ങൾ കാണിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ചോദിക്കും, എന്താണ് ഇതുപോലെ മിണ്ടാത്തത്, എന്താണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഒരു ഫീലുണ്ട് എനിക്ക്, എന്താണ് അതിൻ്റെ കാരണമെന്ന് അവർ ചോദിക്കും. ഇവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് അവരോട് നിങ്ങൾക്ക് മിണ്ടി തുടങ്ങാം. അപ്പോഴും നിങ്ങൾ പെട്ടെന്നങ്ങനെ മിണ്ടരുത്. പതുക്കെ ഓരോ കൊതി നുണയൊക്കെ പറഞ്ഞ് പഴയ ആ സ്റ്റേജിലേക്ക് വീണ്ടും പോവുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടം കൊണ്ട് മതി, ഇനി അവോയ്ഡ് ഒന്നും ചെയ്യാൻ പോകണ്ട, ഇനിയിപ്പോൾ അവർ അട്രാക്റ്റീവായി, അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡായി, ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. പഴയ സ്ഥിതിയിൽ ഒരിക്കൽ കൂടെ എത്തിയതിന് ശേഷവും
വീണ്ടും നിങ്ങൾ ഈ പ്രോസസ്സ് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അവരെ അവോയ്ഡ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ പോലെ മിണ്ടി പിന്നെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരുമായിട്ട് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ക്രഷിന് അപ്പോഴേക്കും ഒരു നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തോന്നലൊക്കെ ആ സമയത്ത് ഉണ്ടായി തുടങ്ങും. ഇങ്ങനെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരൊരു പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങളോട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ഒരു കാര്യമൊക്കെ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. ഈ ഒരു മെത്തേഡിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വാല്യൂവും അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവും കൂടെ ഒരു രീതിയിൽ പറഞ്ഞാൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ കാര്യം സബ് കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ ക്രഷിന് തോന്നാൻ തുടങ്ങും. ഇത് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു ബോണ്ടിങ് കൂടുതൽ സ്ട്രോങ് ആവും. അപ്പോൾ റിലേഷൻഷിപ്പിലാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.